മലപ്പുറം മങ്കടയിൽ മുസ്ലിം ലീഗിൽ പൊട്ടിത്തെറി. മുസ്ലിം ലീഗ് മങ്കട നിയോജക മണ്ഡലം പ്രസിഡന്റ് കുന്നത്ത് അഹമ്മദിനെ തൽസ്ഥാനത്തു നിന്ന് നീക്കി. മങ്കടയിൽ മഞ്ഞളാംകുഴി അലി വീണ്ടും മത്സരിക്കുന്നതിനെതിരെ കുന്നത്ത് മുഹമ്മദ് നിലപാടെടുത്തിരുന്നു. ജംഷീർ കൊടിഞ്ഞി വിവരങ്ങൾ നൽകും. ജംഷീർ, മഞ്ഞളാംകുഴി അലിക്കെതിരെ നിലപാടെടുത്തതാണോ കുന്നത്ത് അലിക്ക് വിനയായത്? ജിൽസി, തീർച്ചയായിട്ടും മങ്കടയിൽ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രശ്നം അല്ലെങ്കിൽ വലിയൊരു പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ നീങ്ങി എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മങ്കട നിയോജക മണ്ഡലം പ്രസിഡന്റായിട്ടുള്ള കുന്നത്ത് മുഹമ്മദ് അദ്ദേഹത്തെ സ്ഥാനത്ത് നിന്ന് നീക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. മഞ്ഞളാംകുഴി അലിയെ വീണ്ടും മങ്കടയിൽ പരിഗണിക്കുന്നതുമായി ബന്ധപ്പെട്ട് തുടർച്ചയായി അദ്ദേഹം ഫേസ്ബുക്കിൽ അതിനെതിരെ കുറിപ്പിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല, അദ്ദേഹത്തിന്റെ പേര് LDF സ്ഥാനാർത്ഥി പട്ടികയിലും ചില ഘട്ടങ്ങളിലൊക്കെ ഉയർന്നു കേൾക്കുകയും മാത്രമല്ല അദ്ദേഹം LDFുമായും CPMുമായും ചില ചർച്ചകൾ നടത്തിയെന്ന തരത്തിലുള്ള ചില ആരോപണങ്ങളൊക്കെ ഉയർന്നു വന്നിരുന്നു. ഈ ഘട്ടത്തിൽ മുസ്ലിം ലീഗ് നേതൃത്വം, ജില്ലാ നേതൃത്വം അദ്ദേഹത്തോട് അത് തന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു കുറിപ്പ് എഴുതിയിടാൻ, പത്രക്കുറിപ്പ് പുറത്തിറക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം അദ്ദേഹം ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് ഇതുമായി ബന്ധപ്പെട്ട് നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം ഇട്ട കുറിപ്പിലും MLAക്കെതിരെ അദ്ദേഹം രൂക്ഷമായ വിമർശനം ഉന്നയിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പാർട്ടി മീറ്റിംഗ് നടക്കുമ്പോൾ കടന്നു വന്ന ഒരാൾ, അദ്ദേഹം 2 തവണ 3 MLA ആയി, പിന്നീട് 1 തവണ മന്ത്രിയായി, വീണ്ടും അദ്ദേഹത്തിനെ പരിഗണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതിനെതിരെ താൻ വിമർശനം ഉന്നയിച്ചിരുന്നു എന്ന് പറയുന്നു. ഇത്തരത്തിൽ LDFന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ തന്റെ പേര് വരാൻ കാരണം MLAയും അദ്ദേഹത്തിന്റെ ഫാൻസുമാണ് എന്ന തരത്തിലുള്ള വിമർശനമടക്കം ഉന്നയിച്ചുകൊണ്ടാണ് ആ വിശദീകരണ കുറിപ്പ് ഇട്ടിരിക്കുന്നത്. ഇതേ തുടർന്നാണ് ഇപ്പോൾ പാർട്ടി നടപടിയെടുത്തിരിക്കുന്നത്. അദ്ദേഹത്തെ പാർട്ടി സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തിരിക്കുന്നത്. ഇപ്പോഴും അദ്ദേഹം MLAക്കെതിരെ അല്ലെങ്കിൽ മഞ്ഞളാംകുഴി അലിക്കെതിരെ വിമർശനമാണ് ഉന്നയിക്കുന്നത്. താൻ വിദ്യാർത്ഥി പ്രസ്ഥാനം മുതൽ പാർട്ടിക്കകത്ത് ഉണ്ടായിരുന്ന ആളാണ്, പ്രവർത്തിച്ചു വന്ന ആളാണ്. എന്നാൽ ഇന്നലെ വന്ന ഒരാൾക്ക് വേണ്ടി വീണ്ടും സ്ഥാനങ്ങൾ നൽകുന്നു എന്നുള്ള ആരോപണമാണ് അദ്ദേഹം നേരത്തെ ഉന്നയിച്ചിരുന്നത്. ഇപ്പോൾ വിശദീകരണ കുറിപ്പിലും അതേ ആരോപണം തന്നെയാണ് ഉന്നയിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് നീക്കം ചെയ്തിരിക്കുന്നത്.